എല്ലാവിധ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ, കൂടുതൽ മസിൽ ഉണ്ടാവട്ടെ. തലച്ചോറ് വികസിച്ചില്ലെങ്കിൽ മസിൽ വികസിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. നന്ദി ഷിയാസ്, നന്ദി. ഇത് എന്നെ ഉദ്ദേശം, എന്നെ തന്നെ ഉദ്ദേശം, എന്നെ മാത്രം ഉദ്ദേശം. ഫ്ലാഷ് ബാക്ക്. അഖിൽമാരാർ ഒരു ഇത് പറയുന്നുണ്ടായിരുന്നു. പ്ലാച്ചിനെ എറിഞ്ഞതിന് ശേഷം അഖിൽമാരാർ ഒരു കാര്യം ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാർ. മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് സർ. അഖിൽ കോട്ടാത്തല ആള് പറയുന്നുണ്ടായിരുന്നു. അഖിൽ കോട്ടാത്തല അങ്ങനെ പറയും. എന്തോ എങ്ങനെ ഞാൻ എനിക്ക് ഏത് സീസണില് ആ ശോഭയുള്ളതുകൊണ്ട് ജയിച്ച അഖിൽമാരാണെന്ന് പറഞ്ഞത്. അത്രയും വേണോ സർ? വേണം. അല്ലാതെ വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നാറൊന്നുമില്ല അദ്ദേഹത്തെ. എളുപ്പം വാ, ഇവിടെ ഒരു കുടി ഒഴിപ്പിക്കാൻ. A few moments later. അപ്പൊ അദ്ദേഹത്തിനോട് എന്നെ പറ്റി ചോദിച്ച സമയത്ത് അദ്ദേഹത്തിന് അറിയില്ല അഖിൽമാരാരാന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയില്ല. ഇത് എന്നെ ഉദ്ദേശം. ഞാൻ മനസ്സിലാക്കുമ്പോൾ ഇന്നലത്തെ 2 ദിവസം കൊണ്ട് ശോഭ എന്താണെന്ന് കുറച്ചുകൂടെ ആൾക്കാർക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് സത്യത്തിൽ കുറച്ചുകൂടെ അഭിമാനമേ ഉള്ളൂ. ശോഭയെ പോലെ ഒരു മത്സരാർത്ഥിയെ ഞാൻ പരാജയപ്പെടുത്തിയല്ലോ. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. 4ാം സ്ഥാനത്ത് വന്ന ഒരാളെയല്ല ഞാൻ പരാജയപ്പെടുത്തിയത്. എനിക്ക് കിട്ടിയ വോട്ട് ഷിയാസ് ഒന്ന് ചുമ്മാതെ പോയി പരിശോധിക്കണം. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മുൻകോപിയാ ചെറിയ മൂലക്കുറിന്റെ അസ്കിതണ്ടേ. ലൈനിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പീഡന കേസ്, റേപ്പ് കേസ്, അബോർഷൻ തുടങ്ങിയ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ട് എനിക്ക് മോനെ ഹംസേ, നീ പീഡന കാര്യത്തിൽ ഇത്ര എടുക്കണമെന്ന് ഞാൻ കരുതിയില്ല. കഴിഞ്ഞ 3 ദിവസമായിട്ട് മൂത്രം ഒഴിക്കാനല്ലാതെ ഷിയാസിനെ സംബന്ധിച്ച് അതൊന്നും വർക്കാവത്തില്ല. കാരണം ഏത് വിധേനയും മുന്നോട്ട് പോകാൻ ആരുടെയും കാര്യം നോക്കി പോകേണ്ട ഷിയാസിനെ സംബന്ധിച്ച് ലൈനിലേക്ക് നിൽക്കാൻ അധോലോക പ്രവർത്തനങ്ങൾ ചെയ്യണം. രഞ്ജൂസ് പെരേരയുടെ ഫ്രണ്ടായ ഷിയാസിന് എന്നെ അറിയാത്തതിൽ എനിക്ക് വലിയ ദുഃഖമൊന്നുമില്ല. എല്ലാവിധ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ, കൂടുതൽ മസിൽ ഉണ്ടാവട്ടെ. തലച്ചോറ് വികസിച്ചില്ലെങ്കിൽ മസിൽ വികസിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. നന്ദി ഷിയാസ്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.